സ്റ്റുഡൻസ്, എല്ലാവർക്കും നന്ദൂസ് എഡ്യൂടെക്കിലെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്നത് കഴിഞ്ഞ ദിവസം പഠിച്ച രണ്ട് റവല്യൂഷന്റെ കണ്ടിന്യൂറ്റി ആയിട്ടുള്ള രണ്ട് റവല്യൂഷൻസ് നമുക്ക് ഇന്ന് ഒരുമിച്ചാണ് പഠിക്കാം. അതിൽ ഒരെണ്ണം ഇച്ചിരി വലിയ റവല്യൂഷനാണ്, റഷ്യൻ റവല്യൂഷൻ. അത് നമുക്ക് ചെറിയ റവല്യൂഷനായ ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ കഴിഞ്ഞതിന് ശേഷം പഠിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ, അതിനുശേഷം നമ്മൾ പഠിക്കുന്നത് റഷ്യൻ റവല്യൂഷൻ. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ. ഓക്കെ, തുടങ്ങാം. അപ്പൊ ലാറ്റിൻ അമേരിക്ക എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്ത് സംഭവിച്ചു? അപ്പൊ ലാറ്റിൻ അമേരിക്കൻ നാടുകളിൽ ആരാണ് പിടിച്ചടക്കിയത്? അപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞിരുന്നു, നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു രാജ്യം മറ്റു രാജ്യത്തിനെ പിടിച്ചടക്കുമ്പോഴാണ്, ആ രാജ്യം ചെറുത്ത് നിൽക്കാൻ ശ്രമിക്കുമ്പോഴാണ്, ആ രാജ്യം സ്വാതന്ത്ര്യം നേടുമ്പോഴാണ് വിപ്ലവം നടന്നു എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ തന്നെ ലാറ്റിൻ അമേരിക്കയും പിടിച്ചു വെച്ചിരുന്നു. ആ പിടിച്ചു വെച്ചിരുന്ന രണ്ട് രാജ്യങ്ങളാണ് സ്പെയിൻ. ഒന്നെന്താണ്? സ്പെയിൻ. രണ്ട് പോർച്ചുഗീസുകാർ. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ആളാരാണ്? സ്പെയിൻ. രണ്ടാമത്തെ ആരാണ്? പോർച്ചുഗീസുകാർ. ഈ സ്പെയിനും പോർച്ചുഗീസുകാരുമാണ് ഈ ലാറ്റിൻ അമേരിക്കയെ പിടിച്ചടക്കി വെച്ചിരുന്നത്. പോർച്ചുഗീസുകാർക്കും സ്പെയിൻകാർക്കും ഈ രാജ്യത്തിനോട്, അല്ലെങ്കിൽ ഈ പറയുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളോട് ഇത്രയും അട്രാക്ഷൻ ഉണ്ടാവാനുള്ള കാരണം എന്താണ് നമ്മൾ പറഞ്ഞില്ലേ? അത് തുടങ്ങാൻ പോവുകയാണ്. ഒന്ന്, ഇവർ ധാരാളമായി ചെമ്മരിയാടുകളെ വളർത്തിയത്. ഓക്കെ, എന്താണ്? ചെമ്മരിയാടുകളെ വളർത്തിയിരുന്നു. അപ്പൊ അവരുടെ റിസോഴ്സുകളിൽ വരുന്നൊരു ഭാഗം തന്നെയാണ് ഈ മൃഗങ്ങളും മറ്റു കാര്യങ്ങളല്ല. അപ്പൊ ചെമ്മരിയാടുകളെ വളർത്തിയിരുന്നു. അതുകൊണ്ട് അവർക്ക് ധാരാളമായിട്ട് പൈസ അല്ലെങ്കിൽ വെൽത്ത് ഉള്ള രാജ്യമായിരുന്നു. അതുപോലെ തന്നെ ട്രേഡ് നല്ല രീതിയിൽ നടത്തുന്ന ഒരു രാജ്യമായിരുന്നു. ട്രേഡ് അല്ലെങ്കിൽ കച്ചവടത്തിലൂടെ, ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? കച്ചവടത്തിലൂടെ ധാരാളമായിട്ട് പൈസ ലാഭിക്കുന്ന അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കുന്ന ഒരു രാജ്യം തന്നെയാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യം. അടുത്ത മൂന്നാമതൊരു പോയിന്റ് ആണ് ഈ വിഭവങ്ങളുടെ സമൃദ്ധി. നമ്മൾ മുമ്പേ എല്ലാ റവല്യൂഷൻസ് പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു? വിഭവങ്ങളുടെ സമൃദ്ധി. ഓക്കെ, അപ്പം ഈ വിഭവങ്ങളുടെ അല്ലെങ്കിൽ ഈ റിച്ച്നെസ് ഓഫ് ദി റിസോഴ്സസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാമാണ് ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് പോർച്ചുഗീസുകാരെയും സ്പെയിൻകാരെയും ആകർഷിച്ചത്. അങ്ങനെയാണ് അവർ എന്ത് ചെയ്തത്? ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ പിടിച്ചടക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ പിടിച്ചടക്കി വെച്ചിരിക്കുകയും അവർ ചെയ്ത കാര്യങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. അവരുടെ രാജ്യത്തുള്ള എല്ലാ സംസ്കാരങ്ങളും, അതായത് പോർച്ചുഗീസിന്റെയും സ്പെയിന്റെയും അവരുടെ സ്റ്റൈലിലുള്ള എല്ലാ കാര്യങ്ങളും അവർ എങ്ങോട്ടേക്ക് ഇംപ്ലിമെന്റ് ചെയ്തു? ഈ പറഞ്ഞ കൊച്ചു രാജ്യങ്ങളിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തു. അതിന് പ്രധാനപ്പെട്ട ഒന്നാണ് സ്കൂൾ വിദ്യാഭ്യാസം എന്നറിയപ്പെടുന്നത് അവര് സ്പെയിൻ രാജ്യത്തിന്റെ സ്റ്റൈലിലാക്കി. അതായത് സ്പെയിൻ സിസ്റ്റത്തിലുള്ള എഡ്യൂക്കേഷൻ ആണ് ഇങ്ങോട്ടേക്ക് ഇംപ്ലിമെന്റ് ചെയ്തത്, ഈ പറഞ്ഞ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്തു. അതുപോലെ തന്നെ ഇവർ നിർമ്മിച്ചിരിക്കുന്ന ഇവരുടെ ഈ പറഞ്ഞ കൊച്ചു രാജ്യങ്ങളിലേക്ക്, ഈ പറഞ്ഞ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് ഇവർ ഇവരുടേതായ രീതിയിലുള്ള പള്ളികൾ അല്ലെങ്കിൽ ചർച്ചുകൾ, ഈ ചർച്ചുകളെല്ലാം എന്ത് ചെയ്തു? അവരുടെ സ്റ്റൈലിൽ, അല്ലെങ്കിൽ പോർച്ചുഗീസുകാരുടെ അല്ലെങ്കിൽ സ്പെയിൻകാരുടെയോ സ്റ്റൈലിലാണ് എന്ത് ചെയ്തത്? അവര് നിർമ്മിച്ചത്. ഓക്കെ, അപ്പം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് ഇവരുടെ കാര്യങ്ങൾ എല്ലാവരും എന്ത് ചെയ്തു? ഇംപ്ലിമെന്റ് ചെയ്തു. അതുപോലെ തന്നെ അത്യുൽപാദന ശേഷിയുള്ള നല്ല രീതിയിലുള്ള ഹൈ ഈൽഡിംഗ് വെറൈറ്റീസ് ആയിട്ടുള്ള അത്തരത്തിലുള്ള വിത്തുകളും അതുപോലെ ടെക്നോളജികളും അവരെന്ത് ചെയ്തു? ഈ രാജ്യങ്ങളിലേക്ക് സപ്ലിമെന്റ് ചെയ്തു. ഏത് രാജ്യത്തിലേക്ക്? ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ. അപ്പൊ ആരുടെ സ്റ്റൈലിലാണ് മൊത്തം ആകുന്നത്? ഇപ്പം അപ്പൊ ഒരു രാജ്യത്തിന്റെ സംസ്കാരത്തിന്റെയും എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ ഭരണകാര്യങ്ങളിലും പ്രധാനപ്പെട്ട കാര്യങ്ങളിലെല്ലാം കയറി ഇടപെട്ട് ആ രാജ്യങ്ങളിലേക്ക് എല്ലാ കാര്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ് ആര് ചെയ്തത്? സ്പെയിനും പോർച്ചുഗീസും എന്ന് പറഞ്ഞ രാജ്യങ്ങൾ ചെയ്തത്. ഏത് രാജ്യങ്ങളിലേക്കാണ്? ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക്. ഇങ്ങനെ ആ രാജ്യത്തിലെ മൊത്തത്തിലെ കൺട്രോൾ അവരുടെ കയ്യിലാകുകയും, അങ്ങനെ പ്രധാനപ്പെട്ട 2-3 ആൾക്കാരുടെ പേരുകൾ മാത്രം പറഞ്ഞുകൊണ്ടാണ് ഈ റവല്യൂഷൻ തീരുന്നത്. അവരുടെ പ്രവർത്തന ഫലമായി ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യം പോർച്ചുഗീസുകാരിൽ നിന്നും സ്പെയിൻകാരിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ജോൺ ഡി സാൻ മാർട്ടിൻ. ആരാണ്? ജോൺ ഡി സാൻ മാർട്ടിൻ എന്ന് പറഞ്ഞ ഒന്നാമത്തെ ആളും, പിന്നെ അതേപോലെ തന്നെ രണ്ടാമത്തേതാണ് ഫ്രാൻസിസോ മിറണ്ട. എന്താണ്? ഫ്രാൻസിസോ മിറണ്ട. അതുപോലെ തന്നെ മൂന്നാമത്തെ സൈമൺ ബോളിവർ. ഈ 3 പേരുടെ എന്താണ്? ഒന്നാമത്തെ ജോൺ ഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസോ മിറണ്ട, അതുപോലെ തന്നെ മൂന്നാമത്തെ ആളാണ് സൈമൺ ബോളിവർ. ഈ 3 പേരുടെയും പ്രവർത്തന ഫലമായിട്ടാണ് ഈ രാജ്യം, ലാറ്റിൻ അമേരിക്കൻ രാജ്യം, പോർച്ചുഗീസുകാരിൽ നിന്നും സ്പെയിൻകാരിൽ നിന്നും മോചനം നേടി സ്വാതന്ത്ര്യമായി റവല്യൂഷൻ നടത്തിയത്. ഓക്കെ, ഇതോടുകൂടി ലാറ്റിൻ അമേരിക്ക എന്ന് പറഞ്ഞ ചെറിയ റവല്യൂഷൻ തീർന്നു കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് റഷ്യൻ റവല്യൂഷൻ. അപ്പൊ നമുക്ക് റഷ്യൻ റവല്യൂഷനിലേക്ക് പോകാം. ഓക്കെ, റഷ്യൻ റവല്യൂഷൻ. അപ്പൊ റഷ്യയെ ആരാണ് പിടിച്ചടക്കിയത്? അപ്പൊ റഷ്യ ഇച്ചിരി വലുതാണ്, നല്ല രീതിയിൽ കേൾക്കുക. കഥ പോലെ ഞാൻ പറഞ്ഞുതരാൻ ശ്രമിക്കാം. മാക്സിമം നിങ്ങൾ അതുപോലെ തന്നെ കേൾക്കാനും ശ്രമിക്കുക. ഓക്കെ, അപ്പൊ റഷ്യയെ ആരും പിടിച്ചടക്കിയില്ല. റഷ്യയിൽ തന്നെ കുറെ ഭരണാധികാരികൾ ഉണ്ടായിരുന്നു, സർ ഭരണാധികാരികൾ. TZAR എന്താണ് അതിനെ ആ സ്പെല്ലിങ്? സർ ഭരണാധികാരികൾ. അപ്പൊ സർ ചക്രവർത്തിമാർ എന്നൊക്കെ പറയും, സർ എംപറേഴ്സ്. അപ്പം ആ എംപറർമാരുടെ ഭരണത്തിന് കീഴിൽ വളരെയധികം കഷ്ടത നിറഞ്ഞ ഒരു രാജ്യം തന്നെയാണ്. ഫ്രഞ്ചിനെ പിടിച്ചടക്കി വെച്ചിരുന്ന ആ ആൾക്കാരുടെ പേരെന്തായിരുന്നു? ബൂർബൻ രാജാക്കന്മാർ. എന്തായിരുന്നു? ബൂർബൻ രാജാക്കന്മാർ. ആ ബൂർബൻ രാജാക്കന്മാരെ പോലെ തന്നെ റഷ്യയിലും പിടിച്ചടക്കി വെച്ചിരുന്ന രാജാക്കന്മാരായിരുന്നു, അല്ലെങ്കിൽ റഷ്യയെ ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ഒരു റൂൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജാക്കന്മാരുടെ പേരാണ് സർ ചക്രവർത്തിമാർ. ഓക്കെ, അപ്പം സർ എംപറേഴ്സിന്റെ കീഴിൽ വളരെയധികം കഷ്ടം നിറഞ്ഞൊരു രാജ്യമായിരുന്നു നമ്മുടെ റഷ്യ. അപ്പൊ റഷ്യയിൽ പ്രധാനമായിട്ട് ഏറ്റവും കൂടുതലുള്ള ആൾക്കാർ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റഷ്യയിൽ മൊത്തം ഫാക്ടറീസ് ആയിരുന്നു.
ഈ ഫാക്ടറീസുകളിൽ ഒരു പ്രത്യേകത മൊത്തം വർക്കേഴ്സ് ആണ്. അപ്പൊ ഫാക്ടറീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത വർക്കേഴ്സ്. അപ്പൊ ഈ ചാപ്റ്ററിൽ നമ്മൾ കൂടുതലായിട്ടും പറയാൻ പോകുന്ന ഒരു വാക്ക് എന്താണ്? വർക്കേഴ്സ്, തൊഴിലാളികൾ. അപ്പൊ തൊഴിലാളികളുടെ അല്ലെങ്കിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങൾ എവിടെ രൂപപ്പെട്ടെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും എവിടെയാണ്? റഷ്യ. അപ്പൊ തൊഴിലാളികളാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? സംഘടിക്കുന്നത്. അത് കൂടുതൽ റഷ്യയിൽ മുഴുവൻ എന്താണ്? തൊഴിലാളികളാണ്. അപ്പൊ റഷ്യയിലെ ജനങ്ങൾ കൂടുതൽ എന്താണ്? തൊഴിലാളികൾ. അപ്പൊ തൊഴിലാളികൾ സംഘടിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ത് തന്നെയാണ്? ജനങ്ങൾ സംഘടിക്കുക എന്ന് തന്നെയല്ലേ. അപ്പൊ ജനങ്ങളുടെ വിപ്ലവം എന്ന് പറയുന്നതിന് പകരം നമുക്ക് എന്തെന്ന് പറയാം? തൊഴിലാളി വിപ്ലവം എന്നും നമുക്ക് എന്തിനെ പറയാൻ പറ്റും? റഷ്യയുടെ റവല്യൂഷനെ പറയാൻ പറ്റും. അപ്പൊ റഷ്യൻ റവല്യൂഷൻ പഠിക്കണമെങ്കിൽ നമുക്ക് എന്ത് റവല്യൂഷൻസ്, ഇവിടെ എത്ര റവല്യൂഷൻസ്? 2 റവല്യൂഷനാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. അതായത് 1 ഫെബ്രുവരി റവല്യൂഷൻ, 2 ഒക്ടോബർ റവല്യൂഷൻ. അങ്ങനെ 2 റവല്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് റഷ്യൻ റവല്യൂഷൻ എന്ന് പറഞ്ഞ് നമ്മൾ ഫുൾ ആയിട്ട് കവർ ചെയ്യുന്നത്. അപ്പൊ റഷ്യൻ റവല്യൂഷൻ പഠിക്കണമെങ്കിൽ നമുക്ക് എത്ര റവല്യൂഷൻ പഠിക്കണം? 2 റവല്യൂഷൻസ്. ഒന്നാമത്തെ റവല്യൂഷൻ ഫെബ്രുവരി, രണ്ടാമത്തത് ഒക്ടോബർ റവല്യൂഷൻസ്. അപ്പൊ നമുക്ക് തുടങ്ങാം. അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് ആരോ ഭരിച്ചിരുന്നല്ലോ, അതായിരുന്നു സർ ചക്രവർത്തിമാർ അല്ലെങ്കിൽ സർ എംപറേഴ്സ്. അപ്പൊ അവരുടെ ഭരണത്തിന് കീഴിൽ വളരെ മോശപ്പെട്ട ഒരു അവസ്ഥയായിരുന്നു ജനങ്ങൾ അനുഭവിച്ചിരുന്നത്. ഈ സർ ചക്രവർത്തിമാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്വകാര്യ ഉടമസ്ഥാവകാശം കൊടുത്തിരുന്നു ഫാക്ടറികൾക്ക്. ഫാക്ടറികളാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഫാക്ടറികൾ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികളാണ് അവിടെ കൂടുതലുള്ളത് അല്ലെ. ഈ സർ ചക്രവർത്തിമാരുടെ കീഴിൽ സ്വകാര്യപരമായിട്ട് അല്ലെങ്കിൽ സ്വകാര്യ സമ്പ്രദായമായിരുന്നു ഫാക്ടറികൾക്ക് കൊടുത്തിരുന്നത്. അതുകൊണ്ട് ഒരുപാട് ആൾക്കാർ എന്തായിരുന്നു? സ്വകാര്യ കമ്പനികളായിരുന്നു. അപ്പൊ സ്വകാര്യ കമ്പനികൾ എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് പ്രോപ്പർട്ടി സിസ്റ്റം അതായിരുന്നു നിലവിൽ നിന്നിരുന്നത്. അതുകൊണ്ട് ഒരു ഗവൺമെന്റിന്റെ കീഴിൽ ഒരു ഭരണ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫാക്ടറീസ് ഒന്നും ഇല്ലായിരുന്നു. പകരം എന്തായിരുന്നു? സ്വകാര്യപരമായിട്ടുള്ള ഓരോ വ്യക്തികൾ. അപ്പൊ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും ഭരണം നടത്താൻ ആർക്ക് പറ്റും? ഈ സ്വകാര്യ കമ്പനികൾക്ക് പറ്റും. അപ്പൊ അവർ ചിലപ്പോൾ എന്ത് ചെയ്യും? തൊഴിലാളികളെ കൊണ്ട് വളരെ കഷ്ടതയിൽ നിറഞ്ഞ ജോലി എടുപ്പിക്കും. 8 മണിക്കൂർ ജോലിക്ക് പോകാൻ 12 മണിക്കൂറോ 16 മണിക്കൂറോ ജോലി കൊടുക്കും. പക്ഷെ കൊടുക്കുകയില്ല, കറക്റ്റായി ശമ്പളം കൊടുക്കുകയില്ല. അതിന് പകരമായി ഒരുപാട് ശമ്പളം ടാക്സ് അടക്കേണ്ടിയും വരും. അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ തീർച്ചയായിട്ടും തൊഴിലാളികൾ എന്ത് ചെയ്യേണ്ടി വരും? പ്രതികരിക്കേണ്ടി വരും. ആ പ്രതികരണമാണ് ചൂഷണം ചെറുത്ത് നിൽക്കുന്നത്. ആ ചെറുത്ത് നിൽപ്പാണ് അവസാനം എന്തിൽ കലാശിച്ചത്? റവല്യൂഷനിൽ കലാശിച്ചത്. അപ്പൊ റഷ്യയിൽ നിലനിന്നിരുന്നത് എന്തായിരുന്നു നമുക്ക് പറയാം? എന്താണ്? സർ ചക്രവർത്തിമാരുടെ ഭരണത്തിന് കീഴിലുള്ള ഓട്ടോക്രാറ്റിക് റൂൾസ് ആയിരുന്നു. അപ്പൊ സ്വകാര്യ സമ്പ്രദായമായിരുന്നു അവിടെ നിലനിന്നിരുന്നത് അല്ലേ. അപ്പൊ പ്രൈവറ്റ് പ്രോപ്പർട്ടി സിസ്റ്റം ആയിരുന്നു ഒന്നാമത്തെ പോയിന്റ്. ഇനി രണ്ടാമത്തെ, ഈ ചക്രവർത്തിമാരുടെ കീഴിൽ ഇവരുടെ ജനങ്ങളുടെ ജീവിതം എന്തായിരുന്നു? ദുരിതപൂർണ്ണമായിരുന്നു. ഓക്കെ, അപ്പൊ ദുരിതപൂർണ്ണം എന്ന് പറഞ്ഞാൽ മിസറി ലൈഫായിരുന്നു ആർക്കുണ്ടായിരുന്നത്? ഈ പറഞ്ഞ ഫാക്ടറിയിലെ വർക്കേഴ്സിന് ഉണ്ടായിരുന്നത്. തൊഴിൽ ചെയ്യുന്ന സമയം കൂടുതലും തൊഴിലിന് കിട്ടുന്ന വേതനം വളരെ കുറവുമായിരുന്നു ആർക്ക്. അതുപോലെ തന്നെ തൊഴിലിന് രാജ്യത്തിന് അടയ്ക്കേണ്ട നികുതി വളരെ കൂടുതലും. അപ്പൊ എന്താണ്? തൊഴിൽ വേതനം കുറവ് എന്ന് പറഞ്ഞാൽ ശമ്പളം കുറവ്, അതുപോലെ തന്നെ തൊഴിൽ സമയം കൂടുതൽ, അതുപോലെ തന്നെ ടാക്സും കൂടുതൽ അടയ്ക്കണം. ഇതൊക്കെ നടക്കുന്നതാണോ? അപ്പൊ അത്തരത്തിലുള്ള ജനങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ വരത്തില്ലേ? അതും ഇവിടുത്തെ ജനങ്ങൾ അനുഭവിച്ചിരുന്ന കഷ്ടപ്പാട് തന്നെയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടുത്തെ സ്വകാര്യ കമ്പനികൾ നമ്മൾ പറഞ്ഞത്, ഈ സ്വകാര്യ കമ്പനികൾ കൂടുതലും കൈയടക്കി വെച്ചിരുന്നത് ഫോറിൻ കൺട്രീസിലെ ആൾക്കാരായിരുന്നു. മനസ്സിലായി? അപ്പൊ ഇവിടുത്തെ ഈ രാജ്യത്തിലെ സ്വകാര്യ കമ്പനികൾക്ക് കയറിയാണ് അല്ലെങ്കിൽ കമ്പനികൾക്ക് ഇടപെടാനുള്ള അവകാശം ആർക്ക് കൊടുത്തിരുന്നു? വെളിയിലുള്ള രാജ്യങ്ങൾക്ക് കൊടുത്തിരുന്നു, അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസിന് അനുവാദം കൊടുത്തിരുന്നു. അപ്പൊ അവരായിരുന്നു ഇതിനെ കൺട്രോൾ ചെയ്തത്, കമ്പനികളെ കൺട്രോൾ ചെയ്തത്. അതും ഒരു പ്രശ്നമായിരുന്നു റഷ്യയിൽ നിലനിന്നിരുന്നത്. അപ്പൊ റഷ്യയിൽ നിലനിന്നിരുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ ഇതിനെതിരെയാണ് ജനങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഒരുമിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. ഇവിടെ കുറച്ച് ആൾക്കാരുടെ പേരുണ്ട്, പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ആ ആൾക്കാരുടെ പേരുമാണ്. അപ്പം ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ജനങ്ങൾക്ക് അവർക്ക് ഇൻസ്പയർ ആവുന്ന കുറച്ച് തിങ്കേഴ്സും കുറച്ച് റൈറ്റേഴ്സും ഉണ്ടായിരുന്നു. അതായത് കുറച്ച് എഴുത്തുകാർ. ആ എഴുത്തുകാരുടെ കൃതികളിലൂടെ ജനങ്ങളെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഈ തൊഴിലാളികൾ 4 വഴിക്ക് നിൽക്കുമ്പോഴാണ് ഇവരുടെ ശക്തി ഇവർക്ക് അറിയാൻ പറ്റാത്തത്. അപ്പൊ തൊഴിലാളികളെ എല്ലാം കൂടെ ഒന്നിപ്പിച്ച് നിന്നാൽ ഈ മുതലാളി എന്ന് പറഞ്ഞ ആ ഒരു സിസ്റ്റത്തിനെ എതിർക്കാൻ ആർക്ക് പറ്റുമെന്ന് മനസ്സിലാക്കി കൊടുത്തു. ജനങ്ങൾക്ക് പറ്റും, അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് പറ്റും എന്ന് ആര് മനസ്സിലാക്കി കൊടുത്തു? കുറച്ച് റൈറ്റേഴ്സ്, കുറച്ച് തിങ്കേഴ്സ് എന്ന് പറഞ്ഞാൽ ചിന്തകർ, റൈറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എഴുത്തുകാർ. അവരെന്തിലൂടെ കാണിച്ചു കൊടുത്തു? അവരുടെ വർക്കുകളിലൂടെ, അല്ലെങ്കിൽ അവരുടെ ബുക്കുകളിലൂടെ, അല്ലെങ്കിൽ അവരുടെ എഴുത്തുകളിലൂടെ. ആ എഴുത്തുകളിലൂടെ അവരെന്ത് അറിയിച്ചു? ജനങ്ങൾ ഒറ്റയ്ക്ക് നിന്നാലല്ല, ഒരുമിച്ച് നിന്നാലാണ് എന്ത് ശക്തി എന്ന് അവരെ അറിയിച്ചു കൊടുത്തു. അങ്ങനെ അവരുടെ ഈ പറഞ്ഞ കണക്കുള്ള പോയംസ്, അല്ലെങ്കിൽ അവരുടെ കവിതകൾ, അല്ലെങ്കിൽ അവരുടെ വചനങ്ങൾ, ആ അത്തരത്തിലുള്ള തത്വചിന്തകൾ, അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇവരെ എഴുതി അറിയിക്കുന്നതിലൂടെ ആ ജനങ്ങൾ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആവുകയും അവർ ആ ഒരു പ്രചോദനത്തിലൂടെ ജനങ്ങൾ ഒരുമിക്കുകയും ആ തൊഴിലാളികളെല്ലാം കൂടെ സംഘടിക്കുകയും ചെയ്തു. അപ്പൊ ആ ചിന്തകർ ആരൊക്കെയാന്ന് അറിയണ്ടേ? ആ എഴുത്തുകാർ ആരൊക്കെയാന്ന് അറിയണ്ടേ? ഇതിൽ നമുക്ക് വളരെ എളുപ്പമാകത്തുള്ളൂ. ആ ആൾക്കാരുടെ ഒന്നാമത്തെ ആളാണ് മാക്സിം ഗോർക്കി. എന്താണ്? മാക്സിം ഗോർക്കി. അപ്പൊ ഒന്നാമത്തെ ആളാരാണ്? മാക്സിം ഗോർക്കി. രണ്ടാമത്തെ ആളാണ് ഇവാൻ തുർഗനേവ്. മൂന്നാമത്താണ് ആന്റൺ ചെക്കോവ്. എന്താണ്? ആന്റൺ ചെക്കോവ്. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒന്നാമത്തെ ആളാരാണ്? മാക്സിം ഗോർക്കി. രണ്ടാമത്തെ ആളാരാണ്? ഇവാൻ തുർഗനേവ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ആളാരാണ്? ആന്റൺ ചെക്കോവ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് ലിയോ ടോൾസ്റ്റോയ്. എന്താണ്? ലിയോ ടോൾസ്റ്റോയ്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹം ഗാന്ധി, ലിയോ ടോൾസ്റ്റോയ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അതിലെ പ്രധാനപ്പെട്ട ആളാണ് ലിയോ ടോൾസ്റ്റോയ്. അപ്പൊ നമുക്ക് ഒന്നുകൂടെ പറയാൻ പ്രധാനപ്പെട്ട ചിന്തകരുടെ പേരുകൾ പതുക്കെ പറയാം, ശ്രദ്ധിക്കൂ. മാക്സിം ഗോർക്കി. എന്താണ്? മാക്സിം ഗോർക്കി. രണ്ടാമത്തെ ആളുടെ പേരാണ് ഇവാൻ തുർഗനേവ്. മൂന്നാമത്തെ ആളുടെ പേരാണ് ആന്റൺ ചെക്കോവ്. നാലാമത്തെ ആളുടെ പേരാണ് ലിയോ ടോൾസ്റ്റോയ്.
4 റൈറ്റേഴ്സ് അവരുടെ ബുക്കുകളിലൂടെ അല്ലെങ്കിൽ അവരുടെ വർക്കുകളിലൂടെ അല്ലെങ്കിൽ അവരുടെ എഴുത്തുകളിലൂടെ ജനങ്ങളെ അറിയിക്കുകയാണ്. ഓക്കെ, പക്ഷേ അപ്പൊ ഈ വർക്കുകളിലൂടെ എല്ലാവരും അറിഞ്ഞു, എല്ലാവരും പ്രചോദനായി, അല്ലെങ്കിൽ എല്ലാവരും പ്രചോദനം ഉൾക്കൊണ്ടു, അല്ലെങ്കിൽ ഇൻസ്പയർഡ് ആയി. അങ്ങനെ വന്നപ്പോൾ ജനങ്ങൾ ഒന്നിക്കണം എന്നൊരു ആശയമൊക്കെ വന്നു. പക്ഷേ ഇനിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട 2 ആൾക്കാർ. അവരാണ് അവരുടെ ആശയങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഐഡിയോളജീസ് ആണ് ഈ ജനങ്ങളെ ഇത്രയും നല്ല രീതിയിൽ ഒന്നിപ്പിച്ച് ഇവർക്കെതിരെ പോരാടാൻ തയ്യാറാക്കിയത്. ആ 2 പേരാണ് കാറൽ മാർക്സ് ഒന്നാമത്തെ ആളാണ്, രണ്ടാമത്തെ ആളാണ് ഫ്രെഡറിക് ഏംഗൽസ്. ഓക്കെ, അപ്പൊ കാറൽ മാർക്സിന്റെയും ഫ്രെഡറിക് ഏംഗൽസിന്റെയും ആശയങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഐഡിയോളജീസ്, ഈ ഐഡിയോളജീസ് ആണ് ജനങ്ങൾക്ക് ഇത്രയും നല്ല രീതിയിലൊരു ഇൻസ്പിറേഷൻ ഉണ്ടാക്കിയത്. ഓക്കെ, ആ ആൾക്കാരുടെ പേരൊക്കെയാണ് കാറൽ മാർക്സ്. നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കാം, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ആൾ, അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ള ആശയം കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ്? കാറൽ മാർക്സ്. രണ്ടാമതാണ് ഫ്രെഡറിക് ഏംഗൽസ്. അപ്പൊ ഇവരുടെ ആശയങ്ങൾ എന്ത് ചെയ്തു? ദാസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, കാറൽ മാർക്സിന്റെ പ്രധാനപ്പെട്ട വർക്കാണ്. അപ്പൊ ഈ ഇതിലൂടെ ഒരുപാട് ആശയങ്ങൾ, എന്തായാലും ജനങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ആരായിരുന്നു? അവിടുത്തെ വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? തൊഴിലാളികൾ. അപ്പൊ ലേബേഴ്സ്, തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവർ എഴുതി വെച്ചിരുന്നു. ഈ ആശയങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് ജനങ്ങൾ ഒന്നിക്കാൻ ശ്രമിക്കുകയാണ്. ഇവർ ട്രേഡ് യൂണിയൻസ് ഉണ്ടാക്കി. അപ്പൊ അവർക്ക് മനസ്സിലായി ഒറ്റയ്ക്കല്ല നിൽക്കേണ്ടത്, എങ്ങനെയാണ് നിൽക്കേണ്ടത്? ഒരുമിച്ചാണ് നിൽക്കേണ്ടത്. അപ്പൊ അങ്ങനെ ജനങ്ങൾ എല്ലാവരും കൂടി എന്ത് ചെയ്യുന്നു? ഒരുമിക്കുന്നു. അങ്ങനെ ഒരുമിച്ച് അവരൊരു അസോസിയേഷൻ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഒരു ട്രേഡ് യൂണിയൻ ഉണ്ടാക്കുന്നു. ആ എതിർത്ത് നിൽക്കുന്ന ബൂർഷ എന്ന് നമ്മൾ വിളിക്കുന്നത്, ഈ ബൂർഷ ശക്തികൾ എന്ന് പറയുന്നത് ആരാണ്? ക്യാപിറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ മുതലാളികൾ അല്ലെങ്കിൽ മുതലാളിത്തം. ആ മുതലാളിത്തം, ക്യാപിറ്റലിസ്റ്റ് എന്ന് പറഞ്ഞതിനാണ് എന്ത് ചെയ്തത്? ഇവര് ഒരുമിച്ച് നിന്ന് എതിർക്കുന്നത്. അപ്പോൾ ഇവർ ഒന്നുമല്ലാതാകും. ആരാണ്? ഈ മുതലാളിമാർ അല്ലെങ്കിൽ മുതലാളിത്തം അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുന്നത് ഒന്നുമല്ലാതാകും എപ്പോഴാ? ഒരുമിച്ച് നിന്നാൽ. അങ്ങനെ ഇവരെല്ലാം കൂടെ ചേർന്ന് ഒരു പാർട്ടി ഉണ്ടാക്കുകയാണ്. ആരുടെ ഐഡിയോളജിയുടെ പരമായിട്ടാണെന്ന് അറിയുമോ? ആരുടെയൊക്കെയാണ്? കാറൽ മാർക്സിന്റെയും ഫ്രെഡറിക് ഏംഗൽസിന്റെയും ഐഡിയോളജി. Based on these ideologies of Karl Marx and Friedrich Engels, the laborers are associated to form a social democratic workers party എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാക്കി. അപ്പൊ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി ആരുടെ ആശയങ്ങളുടെ ഫലമായി? കാറൽ മാർക്സിന്റെയും ഫ്രെഡറിക് ഏംഗൽസിന്റെയും ഫലമായിട്ട് അവരുടെ ആശയങ്ങളുടെ ഇൻസ്പയർ ആയിട്ട് അവരൊരു പാർട്ടി ഉണ്ടാക്കി. ആ പാർട്ടി ജനങ്ങൾ ഏറ്റെടുക്കുകയും ജനങ്ങൾ തന്നെ ആ പാർട്ടി എന്ത് ചെയ്തു? ഭയങ്കരമായിട്ട് ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? വർക്കേഴ്സ്. വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾ തന്നെ വലിയൊരു വിഭാഗം ഈ പാർട്ടിയിലോട്ട് കൂടിച്ചേരുകയും അങ്ങനെ അവരുടെ അസോസിയേഷന്റെ എണ്ണം എന്ത് ചെയ്തു? കൂടുകയും ചെയ്തു. അങ്ങനെ ജനങ്ങൾ ഈ പാർട്ടി പിന്നീട് കുറച്ചു കാലത്തിന് ശേഷം ഇവർ ഒരുമിച്ച് ഇവർക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങി, മുതലാളിത്തത്തിനെതിരെ, ക്യാപിറ്റലിസത്തിനെതിരെ തുടങ്ങി. അങ്ങനെ ഈ പാർട്ടി പിന്നീട് അവസാനം എന്തായിട്ട് തിരിഞ്ഞു? 2 ആയിട്ട് തിരിഞ്ഞു. ഒന്ന് മെൻഷെവിക്സ് എന്നും 2 ബോൾഷെവിക്സ് എന്നും. അപ്പൊ എത്രയായിട്ടാണ് തിരിഞ്ഞത്? മെൻഷെവിക്സ് എന്നും ബോൾഷെവിക്സ് എന്നും. ശ്രദ്ധിച്ചു കേൾക്കുക, പ്രധാനപ്പെട്ട വാക്കുകളെല്ലാം ഓർത്തു വെച്ചാൽ മാത്രം മതി. അപ്പൊ ഒന്നെന്താണ്? മെൻഷെവിക്, രണ്ടാമതാണ് ബോൾഷെവിക്. ഓക്കെ, ഏത് പാർട്ടിയാണ് തിരിഞ്ഞത്? സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. എത്രയായിട്ട് തിരിഞ്ഞു? 2 ആയിട്ട്. എന്തൊക്കെയാണ് തിരിഞ്ഞത്? ഒന്ന് മെൻഷെവിക്കും, 2 ബോൾഷെവിക്കും. അപ്പൊ ഇതിലൊരു ലീഡേഴ്സ് ഉണ്ടേ, തീർച്ചയായിട്ടും ഇവർക്ക് ഒരു ലീഡേഴ്സ് ഉണ്ട്. എന്തുകൊണ്ട് ബോൾഷെവിക്കും മെൻഷെവിക്കുമായി എന്ന് ആലോചിച്ച് നോക്കാം. മെൻഷെവിക് എന്ന് പറഞ്ഞാൽ മൈനോറിറ്റി. എന്താണ്? മൈനോറിറ്റി. ബോൾഷെവിക് എന്ന് പറഞ്ഞാൽ മെജോറിറ്റി. എന്തായി? മൈനോറിറ്റി, മെജോറിറ്റി. മൈനോറിറ്റി എന്ന് പറഞ്ഞാൽ എണ്ണത്തിൽ കുറയുന്നതിനാണ് മൈനോറിറ്റി. നമ്മൾ കേട്ടിട്ടുണ്ട്, മൈനോറിറ്റി എന്ന് പറയുന്നത് എണ്ണത്തിൽ കുറയുക. മെജോറിറ്റി എന്ന് പറയുന്നത് എണ്ണത്തിൽ കൂടുക. അപ്പം സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്ന് പറഞ്ഞാൽ 2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു, മെൻഷെവിക് എന്നും ബോൾഷെവിക് എന്നും. മെൻഷെവിക് എന്ന് പറഞ്ഞാൽ മൈനോറിറ്റി, ബോൾഷെവിക് എന്ന് പറഞ്ഞാൽ മെജോറിറ്റി. ഓക്കെ, ബോൾഷെവിക് മെജോറിറ്റി, മെൻഷെവിക് മൈനോറിറ്റി. ഇനി ഇവരുടെ ലീഡേഴ്സിനെ കുറിച്ച് അറിയണ്ടേ? ഒന്ന് മെൻഷെവിക്. മെൻഷെവിക്കിലെ ലീഡറാണ് അലക്സാണ്ടർ കെരൻസ്കി. എന്താണ്? അലക്സാണ്ടർ കെരൻസ്കി, മെൻഷെവിക്കിന്റെ ലീഡർ അല്ലെങ്കിൽ മൈനോറിറ്റിയുടെ ലീഡർ. അതുപോലെ തന്നെ ബോൾഷെവിക്, അതെന്താണ്? ലെനിനും ട്രോട്സ്കിയും. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ലെനിൻ എന്നെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ റഷ്യയിലെ പ്രധാനപ്പെട്ട ഒരു വിപ്ലവ നേതാവായിരുന്നു ആര്? ലെനിൻ. ലെനിൻ എന്ന് പറയുന്നത് എവിടുത്തെ ലീഡർ ആയിരുന്നു? നമ്മുടെ ബോൾഷെവിക്കിന്റെ ലീഡർ. ബോൾഷെവിക്കിന്റെ ലീഡർ ആരായിരുന്നു? ലെനിൻ ആൻഡ് ട്രോട്സ്കി. ഓക്കെ, പേരുകളെല്ലാം ബൈ ഹാർട്ടാക്കി വെച്ചിരിക്കുക, എഴുതിയെടുക്കുക, പഠിക്കുക. അപ്പൊ മെൻഷെവിക്കിന്റെ ലീഡറാണ് അലക്സാണ്ടർ കെരൻസ്കി. മറ്റേ ബോൾഷെവിക്കിന്റെ ലീഡർ ആരാണ്? ലെനിനും ട്രോട്സ്കിയും. അപ്പൊ ഇവരുടെ നേതൃത്വത്തിൽ വീണ്ടും റഷ്യ എന്ത് ചെയ്യുകയാണ്? വീണ്ടും യുദ്ധങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞുള്ള റവല്യൂഷൻസ് നടത്താൻ പോവുകയാണ്. ഇനി ശ്രദ്ധിച്ച് കേൾക്കണം, വളരെ ഇമ്പോർട്ടന്റ് സെക്ഷനിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പൊ ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലാണ് എന്ത് ചെയ്തത്? നമ്മുടെ 1900 അപ്പൊ നമ്മുടെ റവല്യൂഷൻ എവിടെ തുടങ്ങിയത്? ആലോചിച്ച് നോക്കുക. 1781 അമേരിക്കയ്ക്ക് റവല്യൂഷൻ കിട്ടി അല്ലേ? അതിനുശേഷം പിന്നീട് എന്ത് ചെയ്തു? 1815 കാലയളവിൽ നെപ്പോളിയന്റെ ഭരണത്തിന് ശേഷം നമ്മുടെ ഫ്രഞ്ചും റവല്യൂഷനായി കഴിഞ്ഞു. അതിനുശേഷം എന്ത് ചെയ്തു? നമുക്ക് ലാറ്റിൻ അമേരിക്കൻ റവല്യൂഷൻ കഴിഞ്ഞു. ഏകദേശം 1900 എത്തി. അതായത് 1700 തുടങ്ങിയ റവല്യൂഷൻസ് കണ്ടിന്യൂ ചെയ്ത് ഓരോന്നും ഇൻസ്പയർ ആയി എന്ത് ചെയ്തു? ഓർഡറിന് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 1700 1900 എത്താൻ പോകുന്നു. റഷ്യൻ റവല്യൂഷൻ നടക്കുന്ന 1900-ലാണ്. 1905 എന്താണ്? 1905 നമ്മുടെ റഷ്യയിൽ ഒരു ചെറിയൊരു എക്കണോമിക് ക്രൈസിസ് വന്നു.
സാമ്പത്തിക പ്രതിസന്ധി വന്നു. ഈ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാരണം എന്തായിരിക്കും, അവിടെ ഏതോ ഒരു യുദ്ധത്തിൽ ആര് പങ്കെടുത്ത് കഴിഞ്ഞിരിക്കുന്നു, നമ്മുടെ റഷ്യ പങ്കെടുത്തിരിക്കുന്നു. ആരുമായിട്ടാന്ന് അറിയുമോ, ജപ്പാനുമായിട്ട്. അപ്പൊ ജപ്പാനുമായി ഒരു യുദ്ധത്തിൽ റഷ്യ പങ്കെടുക്കുകയും അല്ലെങ്കിൽ റഷ്യയും ജപ്പാനുമായി യുദ്ധത്തിൽ ഏർപ്പെടുകയും ആ യുദ്ധത്തിന്റെ ഫലമായി ജനങ്ങളെല്ലാവരെയും ഈ ആർമിയിലേക്ക് എത്തിക്കുകയും ആർമിയിൽ നിന്നും കുറെ ആൾക്കാർ മരണപ്പെട്ടു പോവുകയും ഫുഡ് ഷോർട്ടേജ് ഉണ്ടാവുകയും ചെയ്തു. അപ്പൊ 1905 എന്താണ് 1905 ജപ്പാൻ റഷ്യ യുദ്ധം നടക്കുകയും ആ യുദ്ധത്തിന്റെ ഫലമായിട്ട് ജനങ്ങൾക്ക് എന്തുണ്ടാവുകയും ചെയ്തു, ഫുഡ് ഷോർട്ടേജ് ഉണ്ടാവുകയും ചെയ്തു. ആ ഫുഡ് ഷോർട്ടേജ് ഉണ്ടായത് അവസാനം ജനങ്ങളെ ആർക്കെതിരെ തിരിച്ചു, ഈ ഗവൺമെന്റിനെതിരെ തിരിച്ചു. അന്ന് ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരുന്നത് സർ ചക്രവർത്തിമാരിലെ നിക്കോളാസ് II എന്ന് പറഞ്ഞ രാജാവായിരുന്നു. എന്തായിരുന്നു, നിക്കോളാസ് II എന്നറിയപ്പെടുന്ന രാജാവായിരുന്നു. സർ ചക്രവർത്തിമാരായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. ആ ചക്രവർത്തിമാരിൽ ആരായിരുന്നു, നിക്കോളാസ് II, അദ്ദേഹമായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ 1905 എന്താണ് 1905 അന്ന് ജനങ്ങൾ ജനുവരി 9 1905 ജനുവരി 9 ജനങ്ങൾ എല്ലാവരും ആർക്കെതിരെ തിരിഞ്ഞു, നമ്മുടെ ഗവൺമെന്റിനെതിരെ തിരിഞ്ഞു. ഒരു വലിയൊരു ഹ്യൂജ് മാസ് പ്രൊട്ടസ്റ്റ് നടത്തുകയാണ്. പ്രൊട്ടസ്റ്റ് എന്ന് പറയുന്നത് ഇവർക്കെതിരെയുള്ള കലാപം. ആർക്കെതിരെയാണ്, ഈ രാജാവിനെതിരെയുള്ള കലാപം നടക്കുകയാണ്. അങ്ങനെ ജനങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന്, ആയിരക്കണക്കിനുള്ള വരുന്ന ജനങ്ങളെല്ലാം കൂടെ ചേർന്ന് എന്ത് ചെയ്തു, ഈ ചക്രവർത്തിമാർക്ക് നേരെ സമരം നടത്തി. സമരം നടത്തിയപ്പോൾ തീർച്ചയായിട്ടും എന്തായിരിക്കും ചെയ്യുന്നത്, രാജാവിന്റെ കയ്യിൽ, നിക്കോളാസ് II എന്ന് പറഞ്ഞ രാജാവിന്റെ കയ്യിൽ എന്തുണ്ട്, ആവശ്യത്തിന് ആർമി ഉണ്ട്, സൈന്യമുണ്ട്. ആ സൈന്യത്തെ വെച്ച് ഇവരെ എന്ത് ചെയ്തു, അടിച്ചമർത്തി. ഇവരുടെ നേരെ വെടിവെച്ചു. വെടിവെച്ചതിന്റെ ഫലമായിട്ട് ജനങ്ങൾ എല്ലാവരും കൊല്ലപ്പെടുകയുണ്ടായി. ഒരുപാട് ആൾക്കാർ ഇത് കൊല്ലപ്പെടുക ഉണ്ടായി. അങ്ങനെ കൊല്ലപ്പെട്ടത് ആ ദിവസം, അല്ലെങ്കിൽ ഒരു സൺഡേ ആയിരുന്നു, ഒരു ഞായറാഴ്ച ആയിരുന്നു. അതുകൊണ്ട് ആ ദിവസത്തെ വിളിച്ച പേരാണ് ബ്ലഡി സൺഡേ. ഓക്കെ, ബ്ലഡി സൺഡേ, BLOODY, ബ്ലഡ്. ഓക്കെ, രക്തം നിറഞ്ഞ ഒരു ഞായറാഴ്ച എന്നാണ് അതിനെ അറിയപ്പെട്ടിരുന്നത് പിന്നീട്. ഓക്കെ, അങ്ങനെ ജനങ്ങളെല്ലാവരെയും കൊന്നപ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ ആലോചിച്ച് നോക്കി. ജനങ്ങളെല്ലാവരെയും കൊന്നപ്പോൾ ജനങ്ങൾ വീണ്ടും എന്ത് ചെയ്യും, ഇനി ബാക്കിയുള്ള ജനങ്ങൾ എല്ലാവരും കൂടെ കൂടി തങ്ങളിലുള്ള ആൾക്കാരെയാണ് എന്ത് ചെയ്തത്, രാജാവ് കൊന്നത്. അങ്ങനെ മറ്റുള്ള ജനങ്ങളും കൂടെ കൂടി ചേർന്ന് ഒരു വലിയൊരു മാർച്ചാക്കാൻ തുടങ്ങുകയാണ് ഈ സമരം. അപ്പൊ ഈ ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ഈ ഒരു ജനങ്ങൾക്ക് നേരെ വെടിവെച്ച ഈ ഒരു പ്രശ്നമാണ് പിന്നീട് ജനങ്ങൾ എന്ത് ചെയ്തത്, കൂടുതൽ സമന്വയിപ്പിച്ചത്. അങ്ങനെ ഈ ഒരു പാർട്ടി, നമ്മുടെ റഷ്യയിൽ ഉണ്ടായിരുന്ന ഈ ഒരു പാർട്ടി മൊത്തത്തിൽ ആകമാനമായി, അതായത് റഷ്യയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും വ്യാപിപ്പിച്ചു. അങ്ങനെ വ്യാപിച്ചത് സോവിയറ്റ് എന്ന് പറഞ്ഞൊരു ഈ പാർട്ടിയുടെ, അല്ലെങ്കിൽ ഒരു വലിയൊരു വിഭാഗം അത് കൂടി ചേർന്നു, അല്ലെങ്കിൽ യൂണിയനായി. ഇതെല്ലാം കൂടെ ചേർന്നതായി ഒരു യൂണിയനായി. അങ്ങനെ സോവിയറ്റ് യൂണിയൻ, അല്ലെങ്കിൽ മൊത്തത്തിൽ എല്ലാവരും കൂടി ചേർന്നൊരു പാർട്ടി ഉണ്ടായി. ഈ മാർച്ച് വളരെയധികം വലിയൊരു ഹ്യൂജ് മാർച്ചായിട്ട് പിന്നീട് മാറി. ചെറിയ മാർച്ച് പിന്നീട് എന്തായി, വലിയൊരു മാർച്ചായിട്ട് അങ്ങ് മാറുകയാണ് ഉണ്ടായത്. അങ്ങനെ സോവിയറ്റുകളുടെ സമരം വളരെ ശക്തി ആർജിച്ചപ്പോൾ, രാജാവിന് ദ്യൂമ എന്ന് പറഞ്ഞ പേരിൽ ഒരു അസംബ്ലി ഉണ്ടാക്കേണ്ടി വന്നു. ഓക്കെ, ഒരു നിയമനിർമ്മാണ സഭ ഉണ്ടാക്കേണ്ടി വന്നു. നമ്മുടെ ഫ്രഞ്ചിലെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ഫ്രഞ്ചിൽ എന്തായിരുന്നു സംഭവം, അവിടെ സ്റ്റേറ്റ് ജനറൽ എന്ന് പറഞ്ഞ ജനറൽ ജനങ്ങളുടെ ആവശ്യപ്രകാരം എന്ത് ചെയ്യേണ്ടി ഉണ്ടാക്കേണ്ടി വന്നില്ലേ. അതുപോലെ തന്നെ ഇവിടെ എന്താണ് ദ്യൂമ. അപ്പൊ ദ്യൂമ ഉണ്ടാക്കേണ്ടി വരികയും ആ നിയമനിർമ്മാണ സഭയിൽ നിക്കോളാസ് II എന്ന് പറഞ്ഞ രാജാവും ഉൾപ്പെടുകയും ചെയ്തു. എന്നാൽ ആ സമയത്താണ് എന്ത് നടക്കുന്നത്, 1905 കഴിഞ്ഞ് ആ കാലയളവ് കഴിഞ്ഞ് 1914 നമ്മുടെ ഒന്നാം ലോക മഹായുദ്ധം, അത് നമ്മൾ അടുത്ത ചാപ്റ്റർ ഉണ്ട്. അപ്പൊ ഒന്നാം ലോക മഹായുദ്ധം എന്ന് പറഞ്ഞ യുദ്ധം നടക്കുന്ന ഏത് വർഷം മുതൽ ഏത് വർഷം വരെയാണ്, 1914 മുതൽ 1918 വരെ, അല്ലെ. 1914 മുതൽ 18 വരെ നടക്കുന്ന ആ യുദ്ധമാണ് ഒന്നാം ലോക മഹായുദ്ധം. ആ യുദ്ധത്തിൽ നമ്മുടെ ദ്യൂമ എന്ന് പറഞ്ഞ നിയമനിർമ്മാണ സഭ പറഞ്ഞു, അതായത് ജപ്പാനോട് യുദ്ധം നടത്തിയപ്പോൾ തന്നെ നമ്മൾ ആകെ തളർന്നിരിക്കുകയാണ് റഷ്യ. അപ്പൊ ഇനിയൊരു യുദ്ധം കൂടെ നടത്തി കഴിഞ്ഞാൽ വളരെയധികം പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെല്ലാവരും, ദ്യൂമ എന്ന് പറഞ്ഞ ആ നിയമനിർമ്മാണ സഭയിലുള്ള ജനങ്ങൾ എല്ലാവരും കൂടെ പറഞ്ഞു, ഈ നമുക്ക് ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കേണ്ട ആവശ്യം ഇല്ല എന്ന്. പക്ഷേ അവരുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ദ്യൂമ എന്ന് പറഞ്ഞ സഭയിലെ ജനങ്ങളുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് ഇയാൾ ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കുകയാണ് ചെയ്യുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകത, വീണ്ടും ജനങ്ങളെല്ലാവരും എന്ത് ചെയ്യേണ്ടി വരും, ആർമിയിലേക്ക് ഇറങ്ങേണ്ടി വരും, സൈന്യമായിട്ട് വരും. ഈ സൈന്യത്തിനെ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ സൈന്യത്തിലെ എല്ലാ അംഗബലവും എന്ത് ചെയ്യും, നഷ്ടപ്പെടും. തോൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്നാം ലോക മഹായുദ്ധത്തിൽ റഷ്യ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. അതിന്റെ ഫലമായി ഇവർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു, റഷ്യക്ക് താഴേക്ക് ഇറങ്ങേണ്ടി വന്നു. അതായത് ഫുഡ് ഷോർട്ടേജ് മാത്രമല്ല, ജനങ്ങളുടെ ജീവിതം മൊത്തത്തിൽ ദുരിതപൂർണമായി മാറി. അങ്ങനെ ജനങ്ങൾ എല്ലാവരും വീണ്ടും ഒരുമിക്കും. അതായത് 1917 ജനങ്ങൾ മാർച്ച് 8 അതാണ് പ്രധാനപ്പെട്ട പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. മാർച്ച് 8 1917 മാർച്ച് 8 ജനങ്ങൾ, അതായത് ജനങ്ങൾ തന്നെ പ്രധാനപ്പെട്ട പ്രത്യേകത സ്ത്രീകൾ, സ്ത്രീകൾ. ഈ സ്ത്രീകൾ എല്ലാവരും കൂടെ ഒരുമിച്ചുകൊണ്ട് ബ്രെഡിന് വേണ്ടി, അവരുടെ ആഹാരം എന്തായിരുന്നു, ബ്രെഡ്. ഈ ബ്രെഡിന് വേണ്ടി ഇവർ എന്ത് ചെയ്തു, ഈ പറഞ്ഞ രാജാവിന്റെ നേരെ എന്ത് ചെയ്തു, സമരം നടത്തുകയുണ്ടായി.
ഓക്കെ, അപ്പൊ ബ്രെഡിന് വേണ്ടി ഭക്ഷണത്തിന് വേണ്ടിയാണ് നടത്തിയത്. ഇതേപോലെ ഒരു ഭക്ഷണത്തിന് വേണ്ടി നടത്തിയതുണ്ടായിരുന്നു ഫ്രഞ്ച് റവല്യൂഷൻ. നമ്മൾ മുമ്പേ പറഞ്ഞു കഴിഞ്ഞതാണ്. ഫ്രഞ്ചിലും എന്തായിരുന്നു, ആഹാരത്തിന് വേണ്ടി ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യമായി ആയിരക്കണക്കിന് വരുന്ന സ്ത്രീകൾ തന്നെയാണ് അവിടെയും നടത്തിയത്. അവിടെ ഏത് കൊട്ടാരമാണ്? വേഴ്സായി എന്ന് പറഞ്ഞ കൊട്ടാരം അല്ലെ, ബൂർബൻ രാജാക്കന്മാർക്കെതിരെ. ഇവിടെ ഏതാണ്? സർ ചക്രവർത്തിമാർക്കെതിരെ, അതും പ്രധാനപ്പെട്ട ആരാണ്? നിക്കോളാസ് II എന്ന് പറഞ്ഞ രാജാവിന് എതിരെ എന്ത് ചെയ്തു? ആയിരക്കണക്കിനോളം വരുന്ന സ്ത്രീകൾ 1917 മാർച്ച് 8 എല്ലാവരോട് ചേർന്ന് എന്ത് ചെയ്തു? ഈ പറഞ്ഞ ബ്രെഡ് വേണം എന്നുള്ള ആവശ്യവുമായി ഇവരുടെ നേരെ സമരം നടത്തി. ഈ സമരത്തിനാണ് ചെറിയൊരു പ്രത്യേകത ഉണ്ടായി. കാരണം മറ്റു സമരത്തിനെ അടിച്ചമർത്തിയതുപോലെ ഈ സമരത്തിനെ അടിച്ചമർത്താൻ അദ്ദേഹത്തിന് പറ്റിയില്ല. കാരണം മറ്റൊന്നുമല്ല, ഈ പറഞ്ഞ ആർമിയും കൂടെ ആരുടെ കൂടെ ചേർന്നു? ഈ പറഞ്ഞ നമ്മുടെ സ്ത്രീകളുടെ കൂടെ ചേർന്നു. അപ്പൊ ജനങ്ങൾ ഒരുമിച്ചു. സ്ത്രീകളായിരുന്നു തുടക്കം വിട്ടത്, ജനങ്ങളെല്ലാവരും ഒരുമിച്ചു. വർക്കേഴ്സ് കയറി, അതുപോലെ തന്നെ ഇപ്പൊ ആരും കയറി? മെൻഷവിക്സ് ഇതിനകത്ത് കയറി. മെൻഷവിക്സ് എന്ന് പറഞ്ഞ പാർട്ടി കയറി. അതുപോലെ തന്നെ ഇപ്പൊ ആരും കയറി? സൈന്യവും കയറി. സൈന്യം എന്ന് പറഞ്ഞാണ് ഒരു രാജാവിന്റെ ഏറ്റവും വലിയ അംഗബലം അല്ലെ. അപ്പൊ ആ സൈന്യത്തെ നഷ്ടപ്പെടുത്തി ആ സൈന്യം മറ്റൊരു ഓപ്പോസിറ്റ് വശത്തേക്ക് പോയി കഴിഞ്ഞാൽ രാജാവിനെ പിടിച്ചു നിർത്താൻ സാധിക്കുമോ? ഇല്ല. അങ്ങനെ ജനങ്ങൾ ഉൾപ്പെട്ട ഈ ഒരു വലിയൊരു കൂട്ടമായിട്ടുള്ള ഒരു സമരം എന്ത് ചെയ്തു? രാജാവിനെ ഇതിൽ നിന്ന്, അദ്ദേഹത്തിന്റെ ഭരണത്തിൽ നിന്നും എടുത്ത് ത്രോൺ ഔട്ട് ചെയ്ത് കളഞ്ഞു. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭരണത്തിൽ നിന്നും വലിച്ചെറിയപ്പെട്ട് കളയേണ്ടി വന്നു. ഓക്കെ, അദ്ദേഹത്തിന്റെ രാജാപദവി നഷ്ടപ്പെടുകയും അതിൽ തന്നെ മെൻഷവിക്, എന്താണ് മെൻഷവിക് എന്ന് പറഞ്ഞ പാർട്ടിയുടെ നേതാവായിരുന്ന ആരായിരുന്നു? അലക്സാണ്ടർ കെറൻസ്കി. എന്ത് ചെയ്തു? അലക്സാണ്ടർ കെറൻസ്കി എന്ന് പറഞ്ഞ അദ്ദേഹം എന്ത് ചെയ്തു? ഈ മെൻഷവിക്കിന്റെ പാർട്ടിയുടെ നേതാവായി, ഇവിടെ മെൻഷവിക് പാർട്ടിയുടെ നേതാവായിരുന്ന അദ്ദേഹം രാജഭരണത്തിലേക്ക്, അല്ലെങ്കിൽ ഭരണത്തിലേക്ക് കയറുകയാണ്. അങ്ങനെ റഷ്യയുടെ ഭരണം ആര് പിടിച്ചെടുക്കുകയുണ്ടായി? നമ്മുടെ അലക്സാണ്ടർ കെറൻസ്കി. മെൻഷവിക് മൈനോറിറ്റി എന്ന് പറഞ്ഞ വിഭാഗത്തിന്റെ നേതാവായിരുന്ന അലക്സാണ്ടർ കെറൻസ്കി പിടിച്ചെടുക്കുകയാണ് ഉണ്ടായത്. ഈ വിപ്ലവത്തിനെ ഫെബ്രുവരി വിപ്ലവം അല്ലെങ്കിൽ ഫെബ്രുവരി റവല്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഇത് ഫെബ്രുവരി മാസത്തിലാണ് നടന്നത്. പക്ഷേ റഷ്യൻ കലണ്ടർ നമ്മളെക്കാട്ടി കുറച്ചുകൂടെ ബിഹൈൻഡ് ആണ്. അത് യഥാർത്ഥത്തിൽ മാർച്ചിൽ നമ്മൾ പറഞ്ഞ 1917 മാർച്ച് 8 നടന്നത്. അപ്പൊ നമ്മുടെ കലണ്ടർ പ്രകാരം ഇത് മാർച്ചിലും റഷ്യയിലെ കലണ്ടർ പ്രകാരം ഇതെന്താണ്? ഫെബ്രുവരിയിലുമാണ് നടന്നത്. സോ ആസ് പെർ ദ റഷ്യൻ കലണ്ടർ ദ റവല്യൂഷൻ ഈസ് കോൾഡ് ആസ് ഫെബ്രുവരി റവല്യൂഷൻ. ഓക്കെ, ഇതാണ് ഫെബ്രുവരി വിപ്ലവം എന്ന് അറിയപ്പെടുന്നത് റഷ്യൻ കലണ്ടർ പ്രകാരം. ഇനി രണ്ടാമത് വിപ്ലവം നടത്തി, അതിനെ ഒക്ടോബർ വിപ്ലവം എന്നല്ലേ അറിയപ്പെടുന്നത്. അതെങ്ങനെ സംഭവിച്ചു? നോക്കാം. ഇവിടെ നമ്മൾ പറയാത്തൊരു പേരുണ്ട്. കാരണം രണ്ടാമതൊരു പാർട്ടി ഉണ്ടായിരുന്നു, ബോൾഷെവിക്ക്. അദ്ദേഹത്തിനെ കുറിച്ച് നമ്മളൊന്നും പറഞ്ഞില്ല. ആരായിരുന്നത്? ലെനിൻ അല്ലെ. അപ്പൊ ലെനിൻ ട്രോട്സ്കി. അപ്പൊ ലെനിൻ എവിടെ പോയിരുന്നു ഈ സമരത്തിൽ? അതാണ്, ലെനിൻ സ്വിറ്റ്സർലൻഡിൽ നിന്നും തിരിച്ചു വരുന്നു. അപ്പൊ സ്വിറ്റ്സർലൻഡിലായിരുന്നു അദ്ദേഹം തിരിച്ചു വരികയാണ്. തിരിച്ചു വന്നപ്പോൾ ഇവിടെ വീണ്ടും ഏത് ഭരണം തന്നെയാണ്? അലക്സാണ്ടർ കെറൻസ്കിയുടെ നേതൃത്വത്തിൽ മെൻഷവിക് പാർട്ടി നടത്തുന്നതും എങ്ങനെയുള്ള ഭരണം തന്നെയായിരുന്നു? സർ ചക്രവർത്തിമാരുടേത് പോലുള്ള ഭരണം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ അദ്ദേഹം ഇതിൽ കുപിതനാവുകയും ലെനിൻ എന്ന് പറഞ്ഞ ആള് വീണ്ടും ഒരു വിപ്ലവം നടത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്തു? ജനങ്ങളെല്ലാവരും വീണ്ടും ഇദ്ദേഹം ഇത് ഒരുമിച്ചു. അപ്പം ഇദ്ദേഹം ചെയ്ത കാര്യം, ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും റഷ്യയെ പിൻവലിക്കണം, വിഡ്രൂ ദ റഷ്യ ഫ്രം ഫസ്റ്റ് വേൾഡ് വാർ എന്ന് അദ്ദേഹം പറഞ്ഞു. അതാണ് കാരണം, ജനങ്ങളെ രക്ഷിക്കണമെങ്കിൽ ഇനി അതേ ഉള്ളൂ മാർഗം. ഇദ്ദേഹവും ഒന്നാം ലോക മഹായുദ്ധത്തിലൂടെ വീണ്ടും തുടർന്ന് പോയിക്കൊണ്ട് 2014 18 വരെ നമ്മൾ 17 ആയതേ ഉള്ളൂ. അപ്പോഴും റഷ്യ അതിനകത്ത് ഉണ്ട് അല്ലെ. അപ്പൊ അതിൽ നിന്നും പിൻവലിക്കണം എന്ന് അദ്ദേഹം ഒന്നാമത്തെ വാചകം പറഞ്ഞു. ആരാണ്? ലെനിൻ. രണ്ടാമത് പറഞ്ഞു, കർഷകർക്ക് അവരുടെ സ്ഥലം പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ നിന്നും പബ്ലിക് പ്രോപ്പർട്ടിയിലേക്ക് ആക്കുക. അത് രണ്ടാമത് അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. അപ്പൊ പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരിക്കും, അല്ലെങ്കിൽ സ്വകാര്യ ആൾക്കാരുടെ കയ്യിലിരിക്കുന്ന ഭൂമി അത് അല്ലെങ്കിൽ ഫാക്ടറീസ് ആർക്ക് പിടിച്ചു കൊടുക്കുക? പബ്ലിക്കിനെ പിടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ജനങ്ങൾക്ക്, അല്ലെങ്കിൽ വർക്കേഴ്സ്, അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് പിടിച്ച് കൊടുക്കുക. അത് അദ്ദേഹം രണ്ടാമത് പറഞ്ഞ കാര്യം. 3, കുറെ ആൾക്കാരുടെ കയ്യിലാകപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ പ്രഭുക്കന്മാരുടെ ലോഡ്സിന്റെ കയ്യിലാകപ്പെട്ടിരുന്ന സ്ഥലങ്ങൾ ജനങ്ങൾക്ക് പിടിച്ചു കൊടുക്കുക, അതും ജനങ്ങൾക്ക് കൈവശാവകാശം നൽകുക. ഇത്തരത്തിലുള്ള കുറെ ആശയങ്ങൾ, അല്ലെങ്കിൽ കുറെ കാര്യങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചു. ഇതൊന്നും ആരും അംഗീകരിച്ചില്ല, അലക്സാണ്ടർ കെറൻസ്കി അംഗീകരിച്ചില്ല. പക്ഷേ ഇതെല്ലാം ജനങ്ങൾക്ക് അനുകൂലമായതുകൊണ്ട് ജനങ്ങൾ ആരുടെ കൂടെ നിന്നു? ലെനിന്റെ കൂടെ നിന്നു, അല്ലെങ്കിൽ ബോൾഷെവിക് പാർട്ടിയുടെ കൂടെ നിന്നു. അങ്ങനെ ജനങ്ങളെല്ലാവരും കൂടെ ഒന്നിക്കുകയും സോവിയറ്റുകളും അതുപോലെ തന്നെ മറ്റുള്ള ജനങ്ങളും എല്ലാവരും ആരുടെ കൂടെ വരികയും ചെയ്തു? ലെനിന്റെ കൂടെ വരികയും ആ ആശയങ്ങൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ആവശ്യങ്ങൾ സാധിച്ചെടുക്കണമെന്ന് പറഞ്ഞ് ഇവർ ആർക്ക് നേരെ സമരം നടത്തുകയുണ്ടായി? അലക്സാണ്ടർ കെറൻസ്കി നേരെ സമരം നടത്തുകയുണ്ടായി. ആ സമരത്തിന്റെ ഫലമായിട്ട് 1917 ഒക്ടോബറിൽ തന്നെ ആർക്ക് പടിയിറങ്ങേണ്ടി വന്നു? അലക്സാണ്ടർ കെറൻസ്കിയെ പടിയിറങ്ങേണ്ടി വരികയും ആ ഭരണത്തിലേക്ക് ആര് കയറുകയും ചെയ്തു? ലെനിൻ കയറുകയും ചെയ്തു. അങ്ങനെയാണ് ആ വിപ്ലവം ഒക്ടോബറിൽ നടന്നത്. അതുകൊണ്ടാണ് ഈ വിപ്ലവത്തിനെ എന്നറിയപ്പെടുന്നത്, റഷ്യയുടെ കലണ്ടർ പ്രകാരമാണ് ഒക്ടോബർ, അതുകൊണ്ടാണ് ഈ വിപ്ലവത്തിനെ ഒക്ടോബർ റവല്യൂഷൻ എന്നറിയപ്പെടുന്നത്. അങ്ങനെ ആ 2 റവല്യൂഷൻസ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് നമ്മുടെ റഷ്യൻ റവല്യൂഷൻ ഫുൾ ക്ലോസ് ആവുന്നത്. ഓക്കെ, ലെനിൻ കയറിയ ശേഷം അദ്ദേഹം എല്ലാ ഭരണാധികാരികളെയും പോലെ അല്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്തൊക്കെയാണോ അതെല്ലാം സാധിച്ചു കൊടുക്കുകയും ചെയ്തു. ഓക്കെ, അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത് അദ്ദേഹം പറഞ്ഞ കാര്യം എന്തായിരുന്നു?
റഷ്യക്ക് ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറുക, അത് അദ്ദേഹം ചെയ്യിച്ചു, ആദ്യം തന്നെ ചെയ്യിച്ചു. രണ്ടാമത്തെ കാര്യം, കർഷകർക്ക് ഭൂമി അവരുടെ പ്രഭുക്കന്മാരിൽ നിന്ന് പിടിച്ചു കൊടുക്കുക, അതും അദ്ദേഹം ചെയ്തു. 3, ഫാക്ടറികൾ പൊതു സ്വത്താക്കി മാറ്റുക, അല്ലെങ്കിൽ പബ്ലിക് പ്രോപ്പർട്ടി ആക്കി മാറ്റുക, അതും അദ്ദേഹം ചെയ്തു. വർക്കേഴ്സിനാണ് അദ്ദേഹം നിലകൊണ്ടത്. അതുകൊണ്ട് തന്നെ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറഞ്ഞൊരു രീതിയല്ല അദ്ദേഹം കൊണ്ടുപോയത്, സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞ രീതിയാണ് അദ്ദേഹം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയത്. അതുകൊണ്ട് സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞ ആശയം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്തു, അദ്ദേഹം സ്പ്രെഡ് ചെയ്യിച്ചു. നമ്മൾ ഇവിടെ നിർത്തി ഇദ്ദേഹം ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്ത് നല്ല രീതിയിൽ റഷ്യയെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ ഒരു ആശയം, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ കൊണ്ടുവന്ന ആശയം തരുന്ന സോഷ്യലിസ്റ്റ്, അല്ലെങ്കിൽ തൊഴിലാളികൾക്ക് വേണ്ടിയാണ് ഈ പാർട്ടി രൂപപ്പെട്ടത് എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ. ആ തൊഴിലാളികൾക്ക് വേണ്ടി രൂപപ്പെട്ട അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞ ആശയം പിന്നീട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ ഇദ്ദേഹം ശ്രദ്ധിച്ചെന്നല്ലേ. അങ്ങനെ അതിൽ ഇൻസ്പയർഡ് ആയിട്ടാണ് ചൈനയിൽ എന്ത് നടക്കുന്നത്, റവല്യൂഷൻ. അപ്പൊ ഇതിന്റെ കണ്ടിന്യൂറ്റി ആണ്, അല്ലെങ്കിൽ ഇതിന്റെ ആ ഒരു ആശയങ്ങളാണ് എങ്ങോട്ടേക്ക് കടമെടുത്തത്, ചൈനയിലേക്ക് കടമെടുത്തത്. അപ്പൊ നമുക്കത് ചൈനീസ് റവല്യൂഷൻ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, അപ്പം എല്ലാവർക്കും ബൈ.